Hi students, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല, അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ചില സ്പെഷ്യൽ കേസസ്, പിന്നെ റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഇന്നും നമ്മൾ പറയുന്നത്. ബോർഡുമേ ഞാനൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത് മൺഡേ എന്ന ഒരു വാക്കാണ്. ഈ മൺഡേ എന്ന വാക്ക് നോക്കുമ്പോൾ നമുക്കൊരു 6 ലെറ്റേഴ്സ് അതിൽ ഉണ്ട്, അല്ലേ? എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. ഇനി ഇതിൽ നിന്ന് 4 ലെറ്റർ ഒരേ സമയം എടുത്തിട്ട് എത്ര വേർഡ്സുകൾ വിത്ത് മീനിങ് ഓർ വിത്തൗട്ട് മീനിങ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അറിയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആകെ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് 4 ലെറ്റർ അറ്റ് എ ടൈം എടുത്ത് അറേഞ്ച് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 6p4 വേയ്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് 6 ലെറ്ററിൽ നിന്ന് 4 ലെറ്റർ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കാണുക? 6 into 5 into 4 into 3, അതായത് 6 തൊട്ട് 4 നമ്പേഴ്സ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നു, അല്ലേ? അപ്പോൾ ഇത് എത്ര വരെ നോക്കിയേ? ഇത് 4 into 3 is 12, 5 60, 60 into 6 360. 360 വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നേരത്തെ കേസിൽ 4 ലെറ്റർ എടുത്തുള്ളൂ, അല്ലേ? ഇനി എല്ലാ ലെറ്ററും എടുത്തിട്ട് ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്? അതായത് ഇപ്പോൾ 6 ലെറ്റർ ഉണ്ട്, അല്ലേ? ഈ 6 ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 6p6 ways എന്ന് പറഞ്ഞാൽ 6 factorial ways. That means 720 വേർഡ്സ് എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൽ തന്നെ മറ്റൊരു ടൈപ്പ് ചോദ്യം. ഇതിലെല്ലാ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണമാണ് ഇപ്പോൾ കിട്ടിയത്, അല്ലേ? ഇനി നമ്മളോട് പറയാണ് എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, അതായത് 6 ലെറ്റർ ഉപയോഗിക്കണം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ വവ്വലായിരിക്കണം. അങ്ങനെയുള്ള എത്ര അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ വേർഡിലെ ഏതെല്ലാണ് വവ്വൽ ലെറ്റേഴ്സ് നോക്കാം. നോക്കിയോളൂ, വവ്വൽസ് ഒ വരുന്നുണ്ട്, അതുപോലെ തന്നെ എ വരുന്നുണ്ട്, അല്ലേ? ഇത് രണ്ടും മാത്രമാണ് വവ്വൽ ലെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്? നമ്മളെല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ട്, ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ 6 പൊസിഷൻസ് കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വേക്കൻറ്റ് പൊസിഷൻസ് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. 6 ലെറ്ററിൻ്റെ പൊസിഷനാണ്. ഈ ഫസ്റ്റ് ബോക്സിലെ ഐദർ വി ക്യാൻ യൂസ് ഒ ഓർ വി ക്യാൻ യൂസ് എ, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് 2 രീതിയിലാണ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഫസ്റ്റ് ലെറ്റർ വവ്വലായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ ഐദർ യൂസ് ഒ ഓർ എ. ദാറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് ഫോളോയിങ് വിച്ച്. അപ്പോൾ ഒരു ലെറ്റർ ഇവിടെ പോയി, ഇല്ലേ? പിന്നെ 5 ലെറ്ററേ ഉള്ളൂ. ഇത് 5 വേസിൽ, ഇത് 4, ഇവിടെ 3, 2, 1 വേസിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അതൊക്കെ ഈ പെർമ്യൂട്ടേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 into 5 into 4 into 3 into 2 into 1, അത് നോക്കുകയാണെങ്കിൽ 240 വേർഡ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വവ്വൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 240 വേർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഒരു വേർഡ് ഒന്ന് ശ്രദ്ധിച്ചേ, മിസിസിപ്പി, അല്ലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് മിസിസിപ്പി. ഈ മിസിസിപ്പി എന്ന വാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. മാത്രമല്ല അതിലെ പല ലെറ്റേഴ്സും ഐഡൻറ്റിക്കൽ കൂടിയാണ്, അല്ലേ? നോക്കുക, ഇതിലെ ഐ എന്ന് പറയുന്നത് 1 2 3 4 ടൈംസ് ഉണ്ട്. എസ് നോക്കുക 1 2 3 4 ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ പി 2 ടൈംസ് ഉണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ്, ഉണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ 11 ലെറ്റേഴ്സ് അതിൽ ഈ പറഞ്ഞ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉൾപ്പെടെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടുത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദിസ് വേർഡ്. ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലേ? അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 11, അല്ലേ? അപ്പോൾ 11 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റേഷൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഈ നമ്പർ ഓഫ് arrangements using all the letters of this word.
ഇത് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. ഇപ്പം നേരത്തെ നമുക്ക് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് അതിൻ്റെ ആൻസർ കിട്ടി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലിപ്പോൾ 4 ഐകളുണ്ട് അല്ലേ. ഈ 4 ഐകളും ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതാണ് അടുത്തത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓർ വേർഡ്സ് ഇൻ വിച്ച് ദ 4 ഐസ് നോട്ട് കം ടുഗദർ. ഈ 4 ഐകളും ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് എത്രയുണ്ടെന്ന് നോക്കണം. അത് നോക്കിയിട്ട് നേരത്തെ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്, അതിൽ നിന്ന് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 4 ഐകൾ ഒറ്റ ലെറ്റർ ആയിട്ട് എടുക്കുക. ഇവിടെ 4 ഐകൾ ഉണ്ടല്ലോ, ഇത് ഒറ്റ ലെറ്റർ ആയിട്ട് എടുക്കുക. ബാക്കി ഇവിടെ 7 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മൊത്തം വരുമ്പോൾ 8 ലെറ്ററാണ് വരിക. കാരണം ആകെ 11 ലെറ്ററാണ്. ഈ 4 ഐകൾ ഒറ്റ ലെറ്റർ ആയിട്ട് എടുത്തു, ബാക്കി 7 ലെറ്റർ ഉണ്ട്. അപ്പോൾ 8 ലെറ്റർ ഉണ്ട് അല്ലേ. ഈ 8 ലെറ്ററിൽ 4 എസ് ഉണ്ട്, 2 പി ഉണ്ട് അല്ലേ. ഇത് ഒറ്റ ലെറ്റർ ആയിട്ട് എടുത്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. ഈ ഓരോ അറേഞ്ച്മെൻറ്റിലും ഈ 4 ലെറ്റേഴ്സിനെ നമുക്ക് 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ബേസിൽ, അതായത് 1 വേയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഉണ്ടോ. അപ്പോൾ ഇത് ആ 4 ഐകളും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻ്റ് ആണ് ഉണ്ടോ. നമുക്ക് വരാത്തതാണ് കിട്ടേണ്ടത്. അതിനെന്ത് വേണം? നേരത്തെ ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ്? 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇത് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കണം, എന്നിട്ട് മൈനസ് ചെയ്ത്. ഇത് 1 ആണ് കേട്ടോ, കാരണം 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 1 ആണ്. ഇത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് എത്രയുണ്ടെന്നുള്ളത് കാൽക്കുലേഷൻ നടത്തി നോക്കാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കി. ഞാനൊരു വേർഡ് എഴുതിയേക്കുന്നു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ് എഴുതിയേക്കുന്നത്, പെർമ്യൂട്ടേഷൻസ്. പെർമ്യൂട്ടേഷൻസ് എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അതിൽ 12 ലെറ്റേഴ്സ് ഉണ്ട്. മാത്രമല്ല അതിൽ 2 തവണ ടി ഉണ്ട് അല്ലേ. ബാക്കിയൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. 2 തവണ ടി ഉണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടിങ് വിത്ത് പി ആയിരിക്കണം, എൻഡിങ് വിത്ത് എസ് ആയിരിക്കണം. അതായത് പിയിൽ സ്റ്റാർട്ട് ചെയ്ത് എസ്സിൽ അവസാനിക്കുന്ന എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ പി ഫിക്സ് ചെയ്യാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പൊസിഷനിൽ എസ് ഫിക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് 1ാമത്തെ പൊസിഷൻ, ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 12th പൊസിഷൻ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പി ആൻഡ് എസ് ദർ ആർ 10 പൊസിഷൻസ്. അത് ഞാൻ ഹൈഫൺ ഇടുകയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 ഉണ്ടോ. ഇത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് ഒറ്റ രീതിയിലേ പറ്റുള്ളൂ അല്ലേ. ഇനി ബാക്കി ഈ 10 പൊസിഷൻസ് ഉണ്ട്. ആ 10 പൊസിഷൻസിൽ ഈ 10 ലെറ്റേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. പക്ഷെ ആ 10 ലെറ്റേഴ്സിൽ 2 ഐഡൻറ്റിക്കലാ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് നോക്കിയോളൂ. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബേസിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ പിയിൽ സ്റ്റാർട്ട് ചെയ്ത് എസ്സിൽ അവസാനിക്കുന്ന ഇത്രയും വേർഡ്സുകൾ ഉണ്ടായിരിക്കും ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇതും നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കണം, സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് എക്സ്ട്രീമിൽ പി, റൈറ്റ് എക്സ്ട്രീമിൽ എസ്, ഇൻ ബിറ്റ്വീൻ ദം ദർ ആർ 10 വേക്കൻറ്റ് സ്പേസസ്. ആ 10 വേക്കൻറ്റ് സ്പേസസിൽ 10 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യണം. പക്ഷേ ആ 10 ലെറ്റേഴ്സിൽ 2 ടി ഉള്ളത് കൊണ്ട് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ആൾ ടുഗദർ 1 ഇൻറ്റു ദിസ് ഇൻറ്റു 1. അതായത് ഈ 1 ഇവിടെ 1 എന്നുള്ളത് പി ഫിക്സ് ചെയ്തതിൻ്റെയും എസ് ഫിക്സ് ചെയ്തതിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഓക്കെ, ഇതിൽ തന്നെ അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ഓൾ ദ വവൽസ് ഒക്കർ ടുഗദർ. അതായത് ഈ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എല്ലാ വവൽസും ഒരുമിച്ച് ഉണ്ടാകുന്ന അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഇതിലത്തെ വവൽസ് ഏതൊക്കെയാണെന്നാണ്. നോക്കിയേ, ദാ എ ഇ ഐ ഒ യു 5 വവൽസും ഇതിലുണ്ട്. ഓക്കെ, ഇനി ആ വവൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്. അപ്പോൾ വവൽസ് അല്ലാത്ത ലെറ്റേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ 2 ടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, ഇത് ഒരൊറ്റ ലെറ്റർ ആയിട്ട് കരുതാം. ഇത് ഒരൊറ്റ ലെറ്റർ, അതായത് ഈ വവൽസ് എല്ലാം ഒറ്റ ലെറ്റർ ആയിട്ട് കരുതാം. ബാക്കിയുള്ള ഈ 7 ഉണ്ടോ, ഈ 7 ഇവിടെ 1. അപ്പോൾ 8 ലെറ്ററാണ് ഇപ്പം ഉള്ളത്. അതിൽ തന്നെ 2 ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെന്റ് പറയുമ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ് പറയുക. ഓക്കെ,
ഇനി നോക്കിയേ, ഈ ഓരോ അറേഞ്ച്മെന്റിലും ഈ 5 വവൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാനം മാറ്റാൻ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 5 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ ഓൾ ദ വവൽസ് ഒക്കർ ടുഗദർ ആയിട്ട് വരുന്നത് ഇത്രയും അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ ആദ്യം 12 ലെറ്റേഴ്സിലെ വവൽസ് ഇതൊക്കെയാണ്. ഈ വവൽസ് എല്ലാം ഒരു സിംഗിൾ ലെറ്റർ ആണെന്ന് വിചാരിച്ചാൽ ആകെ പിന്നെ 8 ലെറ്റർ ആണ് അവിടെ ബാക്കിയുള്ളത്. അതിൽ തന്നെ 2 ടി ഉള്ളതുകൊണ്ട് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. In each of these arrangement, the 5 vowels can themselves be arranged in 5 factorial ways. So altogether, the number of arrangements in which all the vowels occur together is given by 5 factorial into 8 factorial by 2 factorial. അത് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഓക്കെ, ഇനി ഇത് തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചേക്കുന്നു. Find the number of words in which exactly 4 letters between P and S. പി എസ് എന്ന 2 ലെറ്ററിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് 4 ലെറ്റർ വരുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാം. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ആദ്യത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാനൊന്ന് കാണിക്കുകയാണ്. ആദ്യം ഞാനിവിടെ പി ഫിക്സ് ചെയ്തു, എന്നിട്ട് ഒരു 4 ഹൈഫൺ ഇട്ടു, പിന്നെ എസ് ഫിക്സ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ കറക്റ്റ് പിക്കും എസിനും ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് എന്തായാലും വരേണ്ടി വരും. അപ്പോൾ ഇത് 6 ലെറ്റർ ആയിട്ടുണ്ടല്ലോ. ഇനി ഒരു 6 പൊസിഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ പിയും എസും ഇങ്ങനെ ഫിക്സ് ചെയ്തു. എങ്ങനെ? ഫസ്റ്റ് പൊസിഷനിൽ പിയും 6ാമത്തെ പൊസിഷനിൽ എസും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 10 ലെറ്റർ ഉണ്ട്. ആ 10 ലെറ്ററിൽ 2 ടി ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇത്. കാരണം എക്സാക്ട്ലി 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ് വരുന്ന അറേഞ്ച്മെൻ്റ് ആണിത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു അറേഞ്ച്മെൻറ്റ് കാണിക്കാം. ഈ പിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് വിടുകയാണ്. പി പിന്നെ 1 2 3 4 ദാ എസ് ഇവിടുത്തെ 7th പൊസിഷനിലേക്ക് മാറി. പിന്നെ നോക്കി 1 2 3 4 5 ദാ പി എസ് നമ്മൾ 2ാമത്തെ പൊസിഷനിലും 7ാമത്തെ പൊസിഷനിലും ഫിക്സ് ചെയ്തു. അപ്പോഴും നോക്കിയേ there are 4 letters between P and S ഉണ്ടോ? ഇതും വ്യത്യാസമുള്ള അറേഞ്ച്മെന്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും 10 ലെറ്റർ, അതിൽ 2 ടി ഉണ്ട്. ഇതേ അറേഞ്ച്മെന്റ് തന്നെ ഇവിടെയും വരും. ഞാൻ വീണ്ടും എഴുതുന്നില്ല. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ് ഇതിൽ വരും. ഉണ്ടോ? ഇതേപോലെ നമുക്ക് അറേഞ്ച്മെന്റുകൾ ഇനി എഴുതി നോക്കാം. ഓക്കെ, നോക്കുക. ഞാൻ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഞാനിവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. നോക്കുക, ഈ പറഞ്ഞ ഓരോ വരിയും ശ്രദ്ധിക്കുക. ഓരോ വരിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഏത് വരി നോക്കിയാലും ബിറ്റ്വീൻ പി ആൻഡ് എസ് 4 ലെറ്റേഴ്സ് ഉണ്ട്. ഇത് ഓരോ വരിയും നോക്കൂ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാം കൂടിയും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നോക്കി ഇത് 7 ടൈംസ് ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? പി എസ് അതിൻ്റെ ഇടയ്ക്ക് 4 ലെറ്റർ വരുന്ന ഇത്രയും അറേഞ്ച്മെൻറ്റ് പി ചാർട്ടിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഈ പിക്ക് പകരം എസും എസിന് പകരം പിയും വെച്ചാൽ വേറെ അറേഞ്ച്മെൻറ്റ് അപ്പോഴും കിട്ടുന്നത് അല്ലേ? അതായത് ഓരോ വരിയിലും പിയും എസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇത്ര തന്നെ അറേഞ്ച്മെൻറ്റ് വീണ്ടും കിട്ടും. അത് എൻറ്റയർലി ഇതിൽ നിന്നും വ്യത്യാസമാണ് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പിക്കും എസിനും ഇടയ്ക്കുള്ള 4 ലെറ്റർ വരുന്ന അറേഞ്ച്മെൻറ്റ് ടോട്ടൽ കാണുകയാണെങ്കിൽ 2 ടൈംസ് ഇത് 7 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഉണ്ടോ? ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇതിൻ്റെ ആൻസർ കണ്ടാൽ കറക്റ്റ് പിക്കും എസിനും ഇടയ്ക്ക് എത്ര 4 ലെറ്റേഴ്സ് വരുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡിസ്പ്ലേ ചാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നോക്കൂ, പി മറ്റേ ഇവിടെ എസ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ ഇത്ര തന്നെ നമുക്ക് വീണ്ടും കിട്ടും. അതാണ് ഞാൻ 2 ഇൻറ്റു എന്ന് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിക്കോളൂ. There are 5 girls and 3 boys. 5 ഗേൾസും 3 ബോയ്സും ഉണ്ട്. ഇവരെ ഒരു വരിയിൽ അറേഞ്ച് ചെയ്യണം. പക്ഷേ ഒരു കണ്ടീഷൻ, no 2 boys are sit together. അടുത്തടുത്ത് 2 ആൺകുട്ടികൾ വരാൻ പാടില്ല കേട്ടോ. അതാണ് കണ്ടീഷൻ. അതായത് ഈ 8 പേരെ നമുക്ക് അറേഞ്ച്, ഇപ്പോൾ ആകെ 8 പേരുണ്ടല്ലോ അല്ലേ? 5 ഗേൾസും 3 ബോയ്സും. ഈ 8 പേരെ ഒരു വരിയിൽ ഒരു ബെഞ്ചിലാണെന്ന് വിചാരിച്ചോളൂ ഇരുത്തണം. പക്ഷേ ഒരു കണ്ടീഷൻ, അടുത്തടുത്ത്
ആൺകുട്ടികൾ വരാൻ പാടില്ല. അങ്ങനെയുള്ള എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ ആദ്യം ഗേൾസിനെ നമ്മളൊരു വരിയിൽ അറേഞ്ച് ചെയ്യാം. 5 ഗേൾസ് ഉണ്ടല്ലോ, 5 ഗേൾസിനെ ഒരു വരിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വൈസിൽ അറേഞ്ച് ചെയ്യാം അല്ലേ? ആ 5 ഫാക്ടോറിയൽ വൈസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സാണ്. അതിലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാനിങ്ങനെ എഴുതാണ്: G1, G2, G3, G4, G5. അതായത് 120 അറേഞ്ച്മെൻ്റ് ഉണ്ട് ഗേൾസിൻ്റെ. അതിലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ എഴുതിയേക്കാം. ഈ G1 എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ പേരാണെന്ന് വിചാരിച്ചോളൂ. G2 വേറൊരു കുട്ടിയുടെ പേര്, G3, G4, G5 ഉണ്ടോ? ഇനി എന്ത് വേണം? നമുക്ക് ബോയ്സ് അടുത്തടുത്ത് വരാൻ പാടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഗ്യാപ്പുകളിൽ ബോയ്സിനെ അറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നോക്കി എത്ര ഗ്യാപ്പുകൾ ഉണ്ടെന്ന് നോക്കി. ഇതൊരു ഗ്യാപ്പാണ്. ഇവിടെ 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 ഇവിടെ. ഞാൻ ഈ ഏരോ മാർക്ക് ഇട്ടിട്ടുള്ള സ്ഥലത്ത് ബോയ്സിനെ ഇരുത്തി കഴിഞ്ഞാൽ അടുത്തടുത്ത് ബോയ്സ് വരില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ എത്ര ഏരോ മാർക്ക് ഇട്ടുള്ള സ്ഥലങ്ങളുണ്ട്? 6 എണ്ണം ഉണ്ട്. പക്ഷെ 3 പേരെ ഇരുത്തണ്ടു. അപ്പോൾ 6 വേക്കൻറ്റ് സ്പേസിലേക്ക് 3 പേരെ അറേഞ്ച് ചെയ്യുക. 6 വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, അതിലേക്ക് 3 പേരെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും രീതിയിൽ ചെയ്യാൻ പറ്റും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സച്ച് അറേഞ്ച്മെൻറ്റ്സ് കിട്ടാൻ നേരത്തെ ഗേൾസിന് 5 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു. അതിലെ ഓരോ അറേഞ്ച്മെൻറ്റിലും ബോയ്സിനെ ഇത്രയും രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആൾ ടുഗദർ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6p3. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120. 6p3 എന്താ? 6 × 5 × 4 ഉണ്ടോ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 120 × 120 ആണ് വരിക. 14400. ഇത്രയും അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഈ അറേഞ്ച്മെൻറ്റിലെ ബോയ്സ് 2 ബോയ്സ് ഒരിക്കലും അടുത്തടുത്ത് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന ഭാഗത്തെ ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കോമ്പിനേഷൻ എന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ്. കോമ്പിനേഷൻ്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സെലക്ഷനാണ്. പെർമ്യൂട്ടേഷൻ എന്താ? അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സെലക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് പറയാം. ഇപ്പം നമ്മൾ ഒരു 3 ആൾക്കാരുണ്ട്. ആ 3 ആൾക്കാർക്ക് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, A, B, C. 3 ആൾക്കാർ പേര് കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ 2 പേരെ സെലക്ട് ചെയ്യണം അല്ലേ? 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എയിനെയും ബിനെയും സെലക്ട് ചെയ്യാം. അതൊരു സെലക്ഷനാണ് അല്ലേ? അതുപോലെ തന്നെ എയിനെയും സിനെയും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് വേറൊരു സെലക്ഷനാണ്. ഇനി അതും അല്ലെങ്കിൽ ബിനെയും സിനെയും സെലക്ഷൻ അല്ലേ? ഇനി വേറൊരു സെലക്ഷൻ ഇതിൽ നിന്ന് പോസിബിൾ ആണോ? അല്ല അല്ലേ? അപ്പോൾ എത്ര സെലക്ഷൻ കിട്ടി? നമുക്ക് 3 സെലക്ഷനാണ് കിട്ടിയത്. അതായത് ഈ 3 പേരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 3 രീതിയിൽ പറ്റും. ഇത് കോമ്പിനേഷനാണ്, സെലക്ഷനാണ്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ നോക്കി, ഈ 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊരു അറേഞ്ച്മെൻ്റാണ്, ഇത് വേറൊരു അറേഞ്ച്മെൻ്റാണ്. ഉണ്ടോ? അറേഞ്ച്മെൻറ്റ് പറയുന്നത് എ ബിയും പറയാം, ബി എയും പറയാം. പക്ഷെ സെലക്ഷനിൽ അത് പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ AC ഉണ്ട്, CA ഉണ്ട്, അതുപോലെ തന്നെ BC ഉണ്ട്, CB ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അറേഞ്ച്മെൻറ്റ് 6 ഉണ്ട്, പക്ഷെ സെലക്ഷൻ 3 ഉള്ളൂ. അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ കോമ്പിനേഷൻ അതിൻ്റെ എണ്ണം കുറവായിരിക്കും, അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ എണ്ണം കൂടുതൽ. ഇപ്പോൾ ഈ 3 പേരിൽ നിന്ന് 2 പേരെടുത്തുള്ള അറേഞ്ച്മെൻറ്റ് 6 ഉണ്ട്, പക്ഷേ 2 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 3 സെലക്ഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇവിടെ ഇതിനൊരു ഫോർമുല നമ്മൾ പെർമ്യൂട്ടേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. സപ്പോസ് വി ആർ ഹാവിങ് n distinct objects. n distinct objects ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആൻഡ് വി ആർ ടേക്കിംഗ് r at a time. ഒരേ സമയത്ത് r നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഹൗ മെനി സെലക്ഷൻസ് എന്ന് കാണിക്കാനായിട്ടൊരു നൊട്ടേഷൻ ഉണ്ട്. ആ നൊട്ടേഷൻ ഇതാണ്, NCR. നേരത്തെ NPR പറഞ്ഞ പോലെ NC, C സ്റ്റാൻഡ്സ് ഫോർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഓബ്ജക്ട്സ് ഇത് എത്ര എണ്ണം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത് കാണാനായിട്ടൊരു ഫോർമുലയോട് പറയുന്നുണ്ട്, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഉണ്ടോ? ഇതാണ് NCR കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഇത്രയും ഭാഗം
അത് എൻ പി ആറിൻ്റെ ഫോർമുലയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 1/r ഫാക്ടോറിയൽ ഇൻറ്റു എൻ പി ആറിന് ഈക്വലാണ്. അപ്പോൾ എൻ സി ആറും എൻ പി ആറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കി. എൻ സി ആർ ഈക്വൽ ടു 1/r ഫാക്ടോറിയൽ ഇൻറ്റു എൻ പി ആർ കേട്ടോ. ഇതാണ് സെലക്ഷൻ്റെ ഇത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ആർ എന്നുള്ള വാല്യൂ ഒരിക്കലും എന്നിലും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞത് മീനിങ്ലെസ്സാണ്. ഒരു ഉദാഹരണമായിട്ട് നോക്കിയാൽ 3C5 ഇത് മീനിങ് ഇല്ല ഇതിന്, കാരണം ആകെ 3 ഒബ്ജക്റ്റ് ഉള്ളൂ. അതിൽ നിന്ന് എങ്ങനെ 5 സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ എഴുതുന്ന നമ്പർ ഒരിക്കലും ഇതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഈ ആർ എന്നുള്ള വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി ഞാൻ ചില സ്പെഷ്യൽ കേസസ് പറയുകയാണ്. NC0 അതിൻ്റെ വാല്യൂ 1 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. NC0 ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 0 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മോളിൽ n ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ ഇത് n ഫാക്ടോറിയൽ. ഇതെന്താവും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ആണ്, കാരണം ഇത് രണ്ടും കട്ട് ചെയ്തു. 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഈ ആൻസർ പറയാൻ പറ്റും. ഇനി അതേപോലെ NC1 നോക്കാം. NC1 എങ്ങനെ കിട്ടണമെന്ന് നോക്കിയേ. ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. മുകളിൽ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ, താഴെ 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ n എന്ന് കിട്ടുന്നു ഉണ്ടോ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ n ആണ്. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ നോക്കി NCN പറയുമ്പോൾ എന്താ വരിക. NCN ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ. ഇത് നോക്കി n ഫാക്ടോറിയൽ, പിന്നെ ഇവിടെ n ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ, അത് 1 ആണ്. അപ്പം അങ്ങനെ ഈ 3 സ്പെഷ്യൽ കേസസ് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. NCR എന്ന് പറയുന്നത് NCN-Rന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഉദാഹരണമായിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10C8 ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 10C8 10 എത്ര 2 ഇതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ പറയുന്നത്. 10CR ഈക്വൽ ടു NCN-R. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് നോക്കുക. NCRും NCR-1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n+1 CRന് ഈക്വൽ ആയിരിക്കും. ഒരു ഉദാഹരണമായിട്ട് നോക്കാം. ഇതാ 10C3 ഉണ്ട്, അതുപോലെ തന്നെ 10C2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 11C3ക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് നോക്കൂ. NC0 പ്ലസ് NC1 പ്ലസ് NC2 എക്സെട്ര NCN, അതിൻ്റെ ആൻസർ 2 to the power of n ആയിരിക്കും. അതും പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും വന്നിട്ടുള്ള ഈ റിസൾട്ട്. നേരത്തെ എല്ലാം പ്ലസ് ആയിരുന്നു, ഇവിടെ ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും വരുന്ന കേസാണ്. അത് ആൻസർ 0 ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് കൂടി നമുക്ക് ഉണ്ടാക്കാം. അതായത് NC0 പ്ലസ് NC2 പ്ലസ് NC4 പ്ലസ് എക്സെട്ര, അതായത് ഈവൺ സഫിക്സസ് വരുന്ന ടേമുകൾ ഈക്വൽ ടു NC1 പ്ലസ് NC3 പ്ലസ് NC5 പ്ലസ് എക്സെട്ര. ഓഡ് സഫിക്സ് വരുന്ന ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഇത് ഈക്വൽ ടു 2 to the power of n-1ന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട്. ഓക്കെ, അടുത്ത് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. NCXും NCYയും ഈക്വൽ ആണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നുകിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ x+y ഈക്വൽ ടു n ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ കോമ്പിനേഷൻ്റെ ഭാഗത്തെ ചില കാൽക്കുലേഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുകയാണ്. നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ വാല്യൂസ് പെട്ടെന്ന് കാണാനുള്ള മാർഗങ്ങളുണ്ട്. ഞാൻ മാനുവലായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നോക്കി, ആദ്യം 10C2 അല്ലേ, ഇതിൻ്റെ മീനിങ് എന്താണ്? ആകെ 10 ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിന്നും 2 ഒബ്ജക്റ്റുകൾ അറ്റ് എ ടൈം സെലക്ട് ചെയ്യണം. ഇൻ ഹൗ മെനി വേസ് ദാറ്റ് ക്യാൻ ബി ഡൺ അതാണ് ചോദ്യം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. എങ്ങനെയാണ് ഫോർമുല? 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ.
വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 ഇൻറ്റു 2 എന്നാക്കാം ഇൻറ്റു 8 ഫാക്ടോറിയൽ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. കാൽക്കുലേറ്ററിൽ അതിനുള്ള ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാലും ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലേ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നോക്കിയോളൂ. ഇതിലെ 10C2 ആണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. 10 തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 2 നമ്പർ എടുത്ത് പ്രോഡക്റ്റ് വെക്കുക. അതായത് ഇങ്ങനെ ബൈ, ഇവിടെ 2 ആയതുകൊണ്ട് 1 ഇൻറ്റു 2 എന്ന് എഴുതുക. പെർമ്യൂട്ടേഷൻ്റെ കാര്യത്തിൽ നമ്മൾ താഴെ നിന്ന് എഴുതിയില്ല അല്ലേ? അതായത് അവിടെ 10P2 കാണാൻ എന്താ ചെയ്തത്? 10 ഇൻറ്റു 9 അത് മാത്രമേ എഴുതിയുള്ളൂ. ഇത് പെർമ്യൂട്ടേഷനാണ്. ഇവിടെ വരുമ്പോൾ താഴെ എഴുതണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. ഉണ്ടോ? ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ അങ്ങനെ കിട്ടും. നമ്മൾ ഈ മെത്തേഡിലാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കി 20C3. 20C3 എന്താ ചെയ്യേണ്ടത്? 20 തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 3 നമ്പർ എഴുതുക. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 എഴുതുന്നു അല്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 3 ടൈംസ് ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 19 അതായത് 380 പിന്നെ ഇൻറ്റു 3 ഉണ്ടോ? അപ്പോൾ ഇത്രയും ആണ് 20C3യുടെ ആൻസർ കിട്ടുന്നത്. ഇനി ഇതേപോലെ നമ്മൾ 100C98 നോക്കാം. 100C98 ഇവിടെ നോക്കിയാൽ ഈ മെത്തേഡ് ചെയ്യാൻ 100 തൊട്ട് 98 നമ്പേഴ്സ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം അല്ലേ? പക്ഷെ അത് അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വലുതാണെങ്കിൽ ഇതിൽ നിന്നത് മൈനസ് ചെയ്യാം. അതായത് 100C2 എന്ന് വരും. 100ൽ നിന്ന് 98 മൈനസ് ചെയ്താൽ. അപ്പോൾ ഇതിന് പകരം ഇത് കണ്ടാൽ മതി. ഇത് കാണാൻ എളുപ്പമല്ലേ? എന്താ? 100 തൊട്ട് 2 നമ്പർ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാം ബൈ 1 ഇൻറ്റു 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇതാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് മാനുവലായിട്ട് രീതിയിൽ ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നമ്മൾ പെർമ്യൂട്ടേഷനിൽ ചെയ്തൊരു ടൈപ്പ് പോലത്തെയാണ്. NC2 ഈക്വൽ ടു 28 അത് തന്നിട്ടുണ്ട്. അതിൽ നിന്നും n-ൻ്റെ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ നോക്കൂ, NC2 എങ്ങനെ കാണാം? n തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 2 നമ്പർ എഴുതുക ബൈ 1 ഇൻറ്റു 2 എഴുതുക ഈക്വൽ ടു 28 അല്ലേ? ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 56. ഈ 2 ഇവിടേക്ക് വരുന്നു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ n സ്ക്വയർ മൈനസ് n മൈനസ് 56 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 വാല്യൂസ് കിട്ടും. ഒന്ന് 8 കിട്ടും, ഒന്ന് -7 കിട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഏതാണ് എടുക്കേണ്ടത്? ഇതാണ് എടുക്കേണ്ടത്. കാരണം ഇവിടെ -7 കൊടുത്താൽ ഇത് മീനിങ്ലെസ്സാണ്. അപ്പോൾ n-നെ 2 എന്നുള്ള വാല്യൂ പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കി. ഗിവൺ NC9 ഈക്വൽ ടു NC8 അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് NC17 അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിസൾട്ടിൽ NCX ഈക്വൽ ടു NCY ആണെങ്കിൽ ഒന്നുകിൽ എക്സും വൈയും ഈക്വൽ അല്ലെങ്കിൽ x പ്ലസ് വൈ ഈക്വൽ ടു n അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി NC9 ഈക്വൽ ടു NC8 ആണെങ്കിൽ ഒന്നുകിൽ 9ഉം 8ഉം ഈക്വൽ ആകും ഓർ 9 പ്ലസ് 8 ഈക്വൽ ടു n. പക്ഷെ ഇതെന്തായാലും പറ്റില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 17 ആയി. n 17 ആണെങ്കിൽ NC17 എന്ന് പറഞ്ഞാൽ 17C17 ആണ്. ഇത് 1 ആണ്. NCN 1 അല്ല. അപ്പോൾ 17C17 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കുക. 2NC3 ഈസ് ടു NC3 ഈക്വൽ ടു 12:1. ഇതിൽ നിന്നും നമുക്ക് n-ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഈ റേഷ്യോനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ഇതെങ്ങനെ? 2NC3 by NC3 ഈക്വൽ ടു 12/1. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 2NC3 ഈക്വൽ ടു 12 ഇൻറ്റു NC3. ഇനി ഇതിൻ്റെ കാണാനുള്ള മെത്തേഡ് എന്താ? 2NC3 എങ്ങനെ കാണും? 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇപ്പുറത്ത് നോക്കി ഈക്വൽ ടു 12 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2
by 1 into 2 into 3. ഉണ്ടോ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് ഞാനൊരു 2 പുറത്തേക്ക് എടുക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ അത് 4 ആവും. 4n into 2n minus 1 into n minus 1. ഇവിടെ 2n minus 2 എന്നുള്ളത് n minus 1 ആയത് 2 പുറത്തേക്ക് എടുത്തിട്ടാണ്. പിന്നെ താഴെ 1 into 2 into 3 ഉണ്ട്. ഇപ്പുറത്ത് നോക്കിയാൽ 12 into n into n minus 1 n minus 2 by 1 into 2 into 3. അപ്പോൾ ആ 1 into 2 into 3 ഞാൻ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ നിന്ന് ഈ n ക്യാൻസൽ ചെയ്യാം, n minus 1 ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി ഇവിടെ എന്താണുള്ളത്? 4 into 2n minus 1. ഇവിടെ എന്താ? 12 into n minus 2. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 4 into 2 8n minus 4 12n minus 24. അത് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഈ മൈനസ് 24 ഇങ്ങോട്ടും ഇതെങ്ങോട്ടും പോവുകയാണെങ്കിൽ 24 minus 4 equal to 12n minus 8n. ഇവിടെ 20 ആണ്, ഇവിടെ 12 minus 8 4n ആണ്, n equal to 5 ആണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തത് ഇതേ മോഡൽ ഒരു പ്രോബ്ലം ആണ്. 2nc3 is to nc3 equal to 11:1. കഴിഞ്ഞ പ്രോബ്ലം പോലെ നോക്കാം. 2nc3 by nc3 equal to 11/1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2nc3 equal to 11 into nc3. അപ്പോൾ 2n minus 1 2n minus 2 by 1 into 2 into 3 equal to 11 into n minus 1 n minus 2 by 1 into 2 into 3. ആ രണ്ട് ഭാഗത്തും 1 into 2 into 3 പോവും. ഇനി ഇവിടെ നിന്ന് നേരത്തെ ചെയ്തപോലെ ഒരു 2 പുറത്തേക്ക് എടുത്താൽ 4n into 2n minus 1 into n minus 1 equal to 11 n minus 1 n minus 2. ഇതിൽ നോക്കിയ n minus 1 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 4 into 2n minus 1. ഇവിടെ 11 into n minus 2. അത് 8n minus 4. ഇവിടെ 11n minus 22. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 22 minus 4 equal to 11n minus 8n. അതായത് 3n equal to 18. അപ്പോൾ n equal to 6 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്നും n-ൻ്റെ വാല്യൂ 6 ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 2 മെൻ അതുപോലെ തന്നെ 3 വിമൻ, 2 ആണുങ്ങളുണ്ട് 3 പെണ്ണുങ്ങളുണ്ട്. ഈ 5 പേരിൽ നിന്നും 3 പേരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതായത് ഈ 5 പേരിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്യണം. അത് എത്ര രീതിയിൽ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് വളരെ സിമ്പിളല്ലേ. ആകെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. 5c3 ഇതിങ്ങനെ കാണാം. 5c3 എന്നുള്ളത് 5 into 4 into 3 by 1 into 2 into 3. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ 10 സെലക്ഷൻ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. 3 പേരുടെ സെലക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ആകെ 5 പേരിൽ നിന്നും 3 പേരെ സെലക്ഷൻ നടത്തുന്നത് 10 സെലക്ഷൻ കിട്ടി അല്ലേ. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ സെലക്ഷനിൽ ഒരു മാൻ 2 വിമൻ വരുന്ന എത്ര സെലക്ഷൻ ഉണ്ടെന്നാണ് ചോദ്യം. അതായത് ആ 3 പേരിൽ ഒരു ആണ് 2 പെണ്ണുങ്ങൾ, അങ്ങനത്തെ എത്ര സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്ത് വേണം വെച്ചാൽ ഈ 2 ആണിൽ നിന്ന് ഒരു ആണിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് 2c1 ബേസിലാണ് പറ്റുക അല്ലേ. ഇനി 3 സ്ത്രീകളിൽ നിന്നും 2 സ്ത്രീകളെ സെലക്ട് ചെയ്യണമെങ്കിൽ 3c2 ബേസിലാണ് പറ്റുക. ഇത് രണ്ടും ഒരുമിച്ച് നടന്നാലാണ് നമുക്ക് 3 പേരെ കിട്ടുള്ളൂ അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്ത 2c1 2 ആണ്, 3c2 എന്ന് പറഞ്ഞാൽ 3 ആണ്, അതായത് 6. അതായത് ഈ 10 സെലക്ഷൻ ആകെയുണ്ട് അല്ലേ, 3 പേരുടെ സെലക്ഷൻ. അതിലെ 6 സെലക്ഷനിൽ ഒരു മാൻ 2 സ്ത്രീകളായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അതായത് ഒരു സർക്കിളിൽ 21 പോയിന്റ്സ് ഞാൻ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 21 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിലത്തെ ഏതെങ്കിലും 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് ആണ് ഒരു കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സർക്കിളിലത്തെ ഏറ്റവും വലിയ കോഡ് എന്തായിരിക്കും?
അതിൻ്റെ ഡയാമീറ്റർ അല്ലേ. അപ്പോൾ കോഡ് ഓഫ് എ സർക്കിൾ മീൻസ് ഇറ്റ് ഈസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points ഓൺ ദ സർക്കിൾ. ഹിയർ വി ഹാവ് 21 points ഓൺ ദി സർക്കിൾ. ഈ സർക്കിളിൽ ഒരു 21 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ കേട്ടോ. കണ്ടോ, കറക്റ്റ് 21 ഞാൻ മാർക്ക് ചെയ്യണില്ല, ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 21 പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു കോഡ് ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതേ വേറൊരു കോഡ് വരയ്ക്കാൻ, എന്താ ഇതൊരു കോഡാണ് അല്ലേ, ഇത് വേറൊരു കോഡാണ്, ഇതാ ഇങ്ങനെ കോഡ് വരയ്ക്കാൻ. ഇതുപോലെ എത്ര കോഡ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഒരു കോഡ് വരയ്ക്കാൻ 2 പോയിന്റ് ആവശ്യം അല്ലേ, 2 പോയിന്റ് ആവശ്യമാണ്. അപ്പോൾ ആകെ 21 പോയിന്റ് ഉണ്ട്. ആ 21 പോയിന്റിലെ ഓരോ 2 പോയിന്റിനും ഓരോ കോഡ് കിട്ടും. സോ നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു 21C2 കണ്ടാൽ മതി. എങ്ങനെ 21C2 കാണാം? 21 × 20 by 1 × 2 ഈക്വൽ ടു 210. ഇത്രയും ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ.